ഇത് പൂവടം വരച്ചണ കായല്ലേ, ഇത് ആര് തിന്നത്? ഈശ്വര, അടുത്തൊഴിക്കുന്ന ദോശയെങ്കിലും നല്ല ഷേപ്പിൽ വരണേ, ഇല്ലെങ്കിൽ അയാൾ എൻ്റെ ഷേപ്പ് മാറ്റും. ആ ഓക്കെ. ഇതിപ്പോ ഒഴിച്ചൊഴിച്ച് ഷേപ്പ് ഒന്നും ശരിയാവുന്നില്ലല്ലോ ഇത്. എന്തൊരു ചൂടേ മണിയാ. പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ചൂട് ഞാൻ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ഇങ്ങനെ തന്നെ എങ്ങനെ ചൂട് വരാതിരിക്കും? വനവായ വനമെല്ലാം വെട്ടി നികത്തി മനുഷ്യൻ ഫ്ലാറ്റുകൾ വെക്കൂല്ലയോ? കുളവളൊക്കെ നികത്തിയിട്ട് മനുഷ്യനെ വീടുകൾ വെക്കൂല്ലയോ? പിന്നെ എങ്ങനെ ചൂട് വരാതിരിക്കും? എന്റെ കാരണമൊക്കെ അറിയാം. പിന്നെ എന്തിനാ ആരുടെ നെഞ്ചത്ത് കയറുന്നത് രാവിലെ? ചൂടായെങ്കിൽ ഇതിനപ്പുറം ആയിക്കട്ടെ. ആശാനെന്തിയെ? ആശാൻ രാവിലെ കട തുറന്നു കൊടുത്തിട്ട് എവിടെയോ വായി നോക്കാൻ വേണ്ടി പോയി. കടക്കാരും വരൂലെന്ന്. പക്ഷെ എന്താണെന്ന് അറിഞ്ഞൂടെ, രാവിലെ വാണം പെട്ടാണൊക്കെ പോകുന്നുണ്ട്. ഈ വട ഇന്നത്തെയാണോ? അയ്യോ, അത് തിന്നരുത്, തിന്നരുതേ, തിന്നരുതേ. അത് സംഭവം ഇത് വടയൊക്കെ തന്നെ, പക്ഷെ തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അല്ല. പിന്നെ ഇത് യാത്രയുടെ തൂക്കി കൊടുക്കാൻ വേണ്ടി 500 ഗ്രാമത്തിന്റെ കട്ടിയായിട്ട് വെച്ചിരിക്കുന്നതാണ്. 500. അയ്യോ, അലമാര വെച്ച് കഴിഞ്ഞാൽ കയറി വരുന്ന ആളൊരു കടയാകുമ്പോ 2 വട കാണണ്ടേ? സ്പെഷ്യൽ ചായ തരാം. വടയൊന്നും എടുത്ത് തിന്നല്ലേ സാറേ, അല്ലെങ്കിൽ ഞാൻ തന്നെ രാവിലെ ഇവിടുത്തെ പത്രത്തിൽ വായിക്കേണ്ടി വരും. വട തൊണ്ടയെ കുരുങ്ങി പീസ് ചത്തു ചെയ്യുന്നു. പെട്ടെന്നാവട്ടെ. ഇന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലേ? പിന്നെ മിനിസ്റ്ററാ? ആണാ? എവിടെ? നമ്മുടെ അവിടെ സ്റ്റാച്ചുവിലെ ഉദ്ഘാടനത്തിന് ഡ്യൂട്ടി ഉണ്ടല്ലേ? എന്നെ പെട്ടെന്ന് മോന്തിക്കൊണ്ട് പോ. ഒരു പഴവും കൂടെ കേട്ടോ. എടുക്കാവൂ കേട്ടോ. അയ്യോ ഹലോ, അത് കിരീടമാണ്. തൊപ്പിതാ ഇവിടെ ഇരിക്കുന്നത്. ബെസ്റ്റ് പാർട്ടി. മന്ത്രിക്ക് സല്യൂട്ട് അടിക്കാൻ പോയിരിക്കുകയാണ് കിരീടം വെച്ചോണ്ട്. മന്ത്രി കാണാൻ ചെയ്യും. പന്തള രാജാവെന്ന് പറഞ്ഞിട്ട് വെളിയിറങ്ങി ഇതാ തൊഴുതോണ്ട് നിൽക്കും. ഇയാൾക്ക് പണിയും കിട്ടും. ഇപ്പം ഇതാ അടുത്ത പുരാവസ്ഥയായി. ഈ കിരീടം കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ആശാൻ വന്ന് ചൂടാകുമ്പോൾ ഞാൻ ഇതെന്താ പറയുന്നത്? ഇതൊക്കെ ഇതിനേക്കാളും കൊള്ളാം മറ്റേ കടൽക്കജന്റെ തൊപ്പി. ശരിയാവുന്നില്ലല്ലോ. ഇപ്പൊ രേഖാചിത്രം കണക്കാവും. ഇതിലേത് വയ്ക്കും ഇത്? ചമ്മന്തി. തൊപ്പി എങ്കിൽ തൊപ്പി. വാസു സാറിന്റെ തൊപ്പി കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാവട്ടെ. കലാകാരന്മാർ വന്നിരിക്കുന്ന സ്ഥലമാണ്. കിടക്കുന്ന കിട കണ്ട അയ്യോ പട്ടി പോലും വെള്ളം കുടിക്കൂലമ്മ. എന്താണ് കാണിക്കുന്നത്? തുടയ്ക്കുന്ന കണ്ടില്ല? നീ തുടയ്ക്കുന്ന എങ്ങനെ നിന്നെ പഠിപ്പിക്കണം? നീ എന്തെടുത്ത് തുടങ്ങിയത്? തുണി. എന്ത് തുണിയാന്നറിയാം? ഇതെന്ത് തുണിയാന്നറിയോ? ഇത് ശകുന്തളയുടെ പാവാട. ബ്രഹ്മചാരി എന്ന് പറഞ്ഞിട്ട് കണ്ട പെണ്ണുങ്ങളെ തുണിയാണ് ഇവിടെ കൊണ്ടിരിക്കുന്നത് അല്ലേ? അതല്ലെന്ന്. ഇവിടെ ദുഷ്യന്തന്റെ ശകുന്തളയുടെ പാവാടയുണ്ട്. അങ്ങനെ വരട്ടപ്പോ ഒന്ന് കെട്ടിയാണ് സെറ്റപ്പ്. പലയിടത്തെ മൊട്ടന്റെ എടാ ഞാൻ പറഞ്ഞത് കാളിദാസന്റെ ശകുന്തള. അപ്പൊ ഒന്ന് ദുഷ്യന്തൻ കാളിദാസൻ, 2 കെട്ടിയാവളെ. എന്താ നീ എന്നെ കൊലപാതകയാക്കാൻ കൊണ്ടുവരാ? ഇരുന്നോണ്ട് വേടാ. നോക്കട്ടെ എവിടെ കൊണ്ടുപോയി. കാളിദാസൻ മനസ്സിലായില്ലേ? കാണിച്ചു തരാം ഞാൻ. എന്തുവാ വെട്ടരുത്? ഞാൻ ഒരുപാട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. നമ്മളെ ഞാൻ തട്ടു കൊടുക്കും, നിങ്ങളാണ് എടുക്കുക. വെട്ടരുത്. പിന്നെ വെട്ടാനല്ല, പിന്നെ ഒരു സീൻ ഞാൻ കാണിച്ചു തരാം. ആരാ എന്തുവാ കാണിക്കാൻ പോകുന്നത്? നിനക്ക് ശകുന്തള ആരെന്ന് അറിയില്ലല്ലേ? ഇത് ആരാണ്? അതാരാ? ദുഷ്യന്ത മഹാരാജാവ്. ശകുന്തളം നാടകത്തിൽ ഞാനായിരുന്നല്ലോ ആരുടെ വേഷം കെട്ടിയിരുന്നത്. ആരുടെ വേഷം കെട്ടിയിരുന്നത്? ദുർവാസറാവ്. അല്ല, ദുർവാസറാവ് അല്ല, നീലത്തിമിംഗലം. പുരാണത്തെ കുറിച്ച് അറിഞ്ഞുകൂടാക്കി അഭിപ്രായം പറയരുത്. പറഞ്ഞിട്ടല്ലോ ദുഷ്യന്ത മഹാരാജാവ്. ഈ ദുഷ്യന്ത മഹാരാജാവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ശകുന്തള ഒരിക്കൽ കാലിൽ ദർഭമുനെ കൊണ്ടുപോയി ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഇയാളെ ഒന്നുകൂടെ കാണാനുള്ള ആഗ്രഹം കൊണ്ട്. ഇതൊന്നും നമ്മുടെ കണ്ണോമനിക്ക് അറിയില്ല. കണ്ണോമനി ഒരു ശകുന്തളയുടെ പിതാവ്. അപ്പൊ ഒരു ദിവസം ഈ കണ്ണോമനി വരുമ്പോ കാണുന്ന എന്താണ്? എല്ലാം മറന്ന് ആരെയോ ഓർത്തിരിക്കുന്ന ശകുന്തളയാണ്. തോർത്തല്ല, ഓർത്തിരിക്കുന്ന ശകുന്തളയാണ്. അപ്പൊ കണ്ണോമനി ചോദിക്കുന്നത്, കണ്ണു എന്താ ചോദിച്ചു? കാശുണ്ടെങ്കിൽ 20 രൂപ മുടി വെട്ടിക്കാനാ? ബാലിനെ വെട്ടി തെറ്റി തരും കേട്ടാ. എടാ കണ്ണോ മഹർഷി വന്നപ്പോ സ്വന്തം മകള് ത്രിസന്ധ്യ സമയത്ത് മറ്റാരെയും ഓർത്തിരിക്കുന്നു. ഏത് പിതാവിന് സഹിക്കും? അപ്പൊ കണ്ണോ മഹർഷി മകളോട് ചോദിക്കുകയാണ്, ആരെയോർത്തിരിക്കുന്നു എന്റെ പൊന്നു മോളെ, ആരെയോർത്തിരിക്കുന്നു എന്റെ പൊന്നു മോളെ. അപ്പോ ദുഷ്യന്ത രാജാവിന്റെ ഓർത്തിരിക്കുന്ന ശകുന്തളയോട് കണ്ണോ മഹർഷി ഇത് ചോദിച്ചപ്പോൾ തിരിച്ച് ശകുന്തള പറയുകയാണ്, അരുതരുത് പിതാമഹ, എന്നെ നിങ്ങൾ ശപിക്കരുതേ. എനിക്ക് നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അറിയാം.
ഞാൻ 10-15 വർഷമായില്ല നിങ്ങളെ കൂടെ കൂടിയിട്ട്. ഇതൊക്കെ വരുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാ വാള് പിടി. എന്ത് അതിനാ? ശകുന്തളയുടെ ബാവടൊക്കെ ഇരുന്നിട്ട് പോയി. ഇല്ലെങ്കിൽ ശകുന്തള വറക്ക് പറയൂ. നീ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി. ഇത്ര നേരം എടുത്തിട്ട് ആടാൻ കൊള്ളാം. കൊണ്ടുപോയിക്കാൻ നമ്മൾ വേണം. അതൊക്കെ തട്ടാമുട്ടായൊക്കെ ഇരുത്തിയെടുത്ത് വെക്കണേ. ഡേയ് എന്തോ 2 ചായ എടു. എനിക്കുള്ള ചായ ഞാൻ കുടിച്ചോളാം. നിനക്കല്ല, ഒന്ന് എനിക്ക്, ഒന്ന് പടത്തിന്റെ മുമ്പിൽ വെക്കാൻ. ആ ബെസ്റ്റ്. അതുപോലെ ഇത്ര നേരം എവിടെ പോയിരുന്നേ? ഒന്നും പറയണ്ടേ, നാളെ 5-6 കല്യാണം. ആരെ? നമ്മുടെ ശാരദയില്ലേ, മറ്റേ എവിടുത്തെ ആനക്കൊണ്ടുള്ള ശാരദയുടെ മോളെ കല്യാണം നാളെ 10-നും 10:30 ഇടയ്ക്ക്. എന്താണ് ദോശ ഗീഷയിപ്പ്? ഞാൻ മാക്സിമം നോക്കിയതാണ്. ഇത് ഇങ്ങനെ നടക്കുന്ന ദോശയുടെ മാവല്ലേ ഇത്? എടാ അത് പുട്ടിന് വെച്ചിരുന്ന മാവെടുത്ത് ദോശ ഉണ്ടാക്കിയ നീ. ഇത് പുട്ടായിരുന്നാ? അതാണ് പുട്ട് പോലെ ഇരിക്കുന്നത്. ഉമ്മ അല്ലാതെ ഷേപ്പ് ആവാത്തത്. ശാന്തളയുടെ മോളെ കല്യാണം, മറ്റേ എന്തിന് ശാരദയുടെ മോളെ കല്യാണം നാളെ 10:30. 10:30? പിന്നെ മറ്റേ സലീമില്ലേ, ഗൾഫിൽ നിന്ന് വന്ന അവന്റെ പെങ്ങടെ മോള് സജീനയുടെ കല്യാണം നിക്കാഹ്, അത് നാളെ 11-നും 11:15 ഇടയ്ക്ക്. പിന്നെ ബാബുവിന്റെ രണ്ടാമത്തെ പെങ്ങടെ മോളില്ലേ, ഓ മറ്റേ പഠിച്ചോണ്ടിരുന്ന വെച്ച്, അവക്ക് കല്യാണം, അത് നാളെ. നന്നായി. അതുപോലെ നമ്മളെ രജനിയുടെ 2ാം ഘട്ടം നാളെ. അതും 11-നും 12-നും ഇടയ്ക്കാ. എല്ലാം കൂടെ 5-6 കല്യാണം ഉണ്ട് നാളെ. വിളിച്ചാ പോണം. വിളിച്ചില്ല, വിളിക്കുമായിരിക്കും. അതിനു മുമ്പ് എല്ലാ പഞ്ചായത്തിലെ ഫുൾ കല്യാണത്തിന്റെ ലിസ്റ്റ് അങ്ങ് എടുക്കുകയാണല്ലേ? അതെടേ, നല്ലൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്, ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജപ്തിയുടെ അല്ല, എന്തെങ്കിലും പറയുമ്പോ നീ ഇടിവെള്ളുന്ന വർത്താനം പറയരുത് കേട്ടാ. ജപ്തിയുടെ അല്ല, ഒരു കല്യാണ ഓർഡർ 300 ഊണ് കൊടുക്കാവുന്നു. സുകുമാരവിലാസത്തിൽ നിന്ന്. ഇവിടെ 300 പേർക്ക് എന്ത് ഇവിടെ ചൊവ്വേരെ 4 ദോശ കൊടുക്കാൻ അവിടെ പറ്റണില്ല. പിന്നെയാണ് 300 പേർക്ക് ഇവിടെ ഇത് കൊടുക്കാൻ. അന്നാള് പെരുവാരൂർ 6 പേര് ഓടിക്കാർ ഇവിടെ വന്നപ്പോ ചായ ഓടിക്കാരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവഴി ഓടി ആറ്റി ചാടിയ ഓർമ്മയുണ്ടോ? അന്ന് പാലില്ലാത്തോണ്ട്. പിന്നെ മണിയാ, ഞാൻ ഇവിടെ സിംഗിൾ ദോശ വയ്ക്കുന്നവർക്ക് എന്തെടുത്ത് കൊടുക്കടാ ഇതിൽ നിന്ന്? എന്തോ ഈ മാവ്, നീ പുട്ടന്റെ മാവ് എടുത്ത് ദോശ ഉണ്ടാക്കുന്നു ഞാൻ അറിഞ്ഞാ? ഞാൻ ഇത് പറഞ്ഞു, ഒരു കാര്യം ചെയ്താല എന്താ ചെയ്യാമോ? ഏത്തക്ക നമുക്ക് അരിഞ്ഞ് ഇതിനകത്തിട്ട് മുക്കി ബജിയായിട്ട് കൊടുത്താല. അപ്പൊ ഏത്തക്കാക്കി വരുന്നവർക്ക് നമുക്ക് മാവ് മാറ്റിയിട്ട് ഏത്തക്ക കൊടുക്കാം. എന്നാ പിന്നെ നീ ബജിയെല്ലാം അവിടെ ഉണ്ടാക്കി കൊലക്കകത്ത് കെട്ടി തൂക്കിയിട്, ബജ്ജി കൊലയായിട്ട് കിടന്നോട്ട്. ഇനിയിപ്പോ എന്തോ ചെയ്യുമെന്ന് നീ ഒന്നും ചെയ്യണ്ട, അതിലവിടെ അണച്ചു വെച്ചിട്ട് നീ നിന്റെ പണി നോക്കും. മണിയാ PK ശശി ഭയങ്കര ആവേശത്തിൽ വരികയാണ്. ശശിക്ക് ആവേശം വന്ന ആദ്യം എന്താ വേണം? ആ വടയും കൊലയൊക്കെ എടുത്ത് മാറ്റി. പറ്റെഴുതാ എനിക്ക് വയ്യ, അങ്ങനെ പറ്റെഴുതിയ ബുക്കുകളെ ഇവിടെ ഉള്ളൂ. എല്ലായിടത്തും മാറ്റി. പകരം ചോദിക്കുന്നത് എന്റെ വട തീർത്തിട്ടല്ല, വട വെക്കാനാ പറയുന്ന ശശി. എന്നാ ഇത്ര ആവേശം വന്നാണ് എന്റെ പറ്റുബുക്ക് ഇവിടെ കൂടിയത്. കളിച്ചാ മണിയാ, എത്ര വട എടുത്ത്? കണ്ണാപ്പയില് കോരി എടുക്കുന്ന പോലെ എടുത്ത്. എത്ര എടുത്ത്? 100 രൂപ. തള്ളിക്കളയടാ.